ചോല നമ്മുടെ കാർത്തിക് സുബ്രാജിൻ്റെ സ്റ്റോൺ ബെഞ്ച് എടുത്തായിരുന്നു. അവർ കാർത്തിക് സുബ്രാജ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആള് ഒരു ദിവസം ഇന്നപോലെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആളെന്നോട് കുറേ ഡൗട്ടൊക്കെ ചെയ്യും, ആ ലൈറ്റപ്പ് എങ്ങനെ ചെയ്ത്, ആ ഷോട്ട് എങ്ങനെ എടുത്തതെന്നൊക്കെ. ഞാൻ പെട്ടെന്ന് എനിക്ക് വട്ടായതാണോ അതോ മറ്റേ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായത്. പക്ഷെ അവസാന നിമിഷം ഇപ്പം പത്രക്കാർക്കാണേലും ആദ്യമേ അറിയാൻ പറ്റും ഇപ്പം അജിത്തിനായിരിക്കും അവാർഡ് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും അവർ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വിളിച്ച് പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് ലാസ്റ്റ് നിമിഷത്തിൽ ഇത് മാറി മറിഞ്ഞ് കാർബണിന് പോവാന്നൊക്കെ പറയുമ്പോൾ അത് ചോല എന്ന് പറയുന്നത് അത്രയും അംഗീകാരം കിട്ടി, എല്ലാവർക്കും കിട്ടി. അതിൽ പക്ഷേ സിനിമാറ്റോഗ്രാഫറിന് മാത്രം അവിടെ കിട്ടിയില്ല. അഖിലിൻ്റെ കാണാൻ പോകുന്നത് എങ്ങനെയായിരുന്നു അവിടെ? പൊതുവെ ആളൊക്കെ കുറവായിരുന്നു. സിനിമാ മേഖലയിൽ നിന്ന് ആരെങ്കിലും വന്നായിരുന്നു? ആരും വന്നിട്ടില്ലായിരുന്നു. എനിക്ക് നേരിട്ട് പരിചയമുള്ള ആരും വന്നിട്ടില്ലായിരുന്നു. ചോല ചെയ്യുമ്പോൾ ശരിക്കും ഒരു സിനിമയുടെ ലൊക്കേഷൻ പോലും നേരെ കണ്ടിട്ടില്ല. ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ ഇൻഡസ്ട്രി ആയിട്ട് അല്ലെങ്കിൽ സിനിമയായിട്ട് വേറെ അങ്ങനെ കണക്ഷൻ ഇല്ലാതെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്, നേരിട്ട് ആദ്യം ചെയ്യുന്ന സിനിമയാണ് ചോല. ഒരു ഇൻട്രോവേർട്ടാണോ? എല്ലാവരോടും ഇടിച്ചു കയറി പോണ്ടേ? അതെൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ്. സംസാരം കുറവാണ്. ജോജു ജോർജ് ഒരുപാട് സിനിമകൾ ചെയ്യുന്നില്ല, എന്നാലും ഒരു അവസരം അജിത്തിന് തന്നൂടെ? അതറിയത്തില്ല. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാടെക്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ചോല എന്ന സിനിമയിലൂടെ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ നേടിയിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ്. ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അജിത്ത് ആചാര്യ, നമുക്ക് വെൽക്കം ചെയ്യാം. നമസ്കാരം. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചോലയിലെ എന്നല്ല, നമ്മൾ കണ്ടെടുത്തോളം ഏറ്റവും നല്ലൊരു ഛായാഗ്രഹകൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്തുകൊണ്ടോ പിന്നീട് നമ്മൾ അധികം സിനിമകളിൽ കണ്ടില്ല. എവിടെയായിരുന്നു ഇത്രയും നാൾ? എങ്ങും പോയിട്ടില്ല, ഇവിടെയൊക്കെ തന്നെയുണ്ട്. അവസരങ്ങൾ വന്നില്ല. എനിക്ക് തോന്നുന്നത് ചോല ഇറങ്ങിയ ടൈം നമ്മുടെ പ്രളയമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു 2019 ഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പ്രളയം വന്നത്, 2018 പ്രളയം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് ഡൗൺ ആയിരുന്നു. അതിന് പുറകെ തന്നെ വീണ്ടും നമ്മുടെ കൊറോണ വന്ന്. അപ്പോൾ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് 1-2 പ്രോജക്റ്റ് ഉണ്ടായിരുന്നത് ബ്രേക്ക് നിന്നുപോയി, അത് പിന്നെ ഓണായില്ല. അപ്പോൾ അങ്ങനെ ഒരു 3-4 വർഷത്തെ ഗ്യാപ്പ് വന്നു. ചിലപ്പോൾ ആളുകൾ മറന്നുപോയതായിരിക്കാം, അറിയത്തില്ല. പിന്നെ ചോലയാണെങ്കിലും അധികം ആളുകളിലേക്ക് എത്തിയിട്ടില്ല സിനിമ, സാധാരണക്കാരിലേക്ക് എത്തിയില്ല അല്ലേ? അത് കൊമേഴ്ഷ്യൽ മൂവി അല്ല, ഫെസ്റ്റിവൽ മൂവിയാണ്. എന്നിരുന്നാലും അധികം ആളുകളിലേക്ക് ആളുകൾ കണ്ടിട്ടില്ല. ഒന്നാമത് ആളുകൾ അധികം കണ്ടിട്ടില്ല, പിന്നെ എൻ്റെ കൂടെ ബ്രേക്കും കൂടി ആയപ്പോൾ എന്നാലും സിനിമാ മേഖലയിലുള്ളവരൊക്കെ കണ്ട അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചോല നമ്മുടെ കാർത്തിക് സുബ്രാജിൻ്റെ സ്റ്റോൺ ബെഞ്ച് എടുത്തായിരുന്നു. അവർ കാർത്തിക് സുബ്രാജ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആള് ഒരു ദിവസം ഇന്നപോലെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കരമായിട്ട് സിനിമാറ്റോഗ്രാഫി ഇഷ്ടപ്പെടുന്നു, സിനിമ ഇഷ്ടപ്പെട്ടായിരുന്നു. എക്സ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി ഭയങ്കരമായിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ആളൊരു ദിവസം എന്നെ നേരിട്ട് വിളിച്ചിട്ട് പടം ഭയങ്കര അടിപൊളിയായിരുന്നു, സിനിമാറ്റോഗ്രാഫി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ആളെന്തെങ്കിലും ചെന്നൈക്ക് വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്ത്. സനൽകുമാർ എൻ്റെ ഡയറക്ടർ ചാർലേട്ടായിരുന്നു നമ്പർ കൊടുത്തിട്ട്. കഴിഞ്ഞൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ സല്ലേട്ട് ഇന്നലെ വിളിച്ചിട്ട് ആൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ വിളിച്ചായിരുന്നു എന്ന് വെച്ചാൽ ആള് വിളിച്ചിട്ട് ഇന്നപോലെ എപ്പോഴെങ്കിലും ചെന്നൈ വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ വെച്ചിട്ട് നീ പോയോന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പോയില്ല, ചെന്നൈയിൽ എപ്പോഴെങ്കിലും ചെല്ലുമ്പോൾ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ പുള്ളി എന്നെ കഴുതാ നീ അന്നേരം തന്നെ പോകണ്ടായിരുന്നു അപ്പോഴെനിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. അപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളെയും കൂട്ടി പെട്ടെന്ന് സ്പോട്ടിൽ തന്നെ കാർ എടുത്തിട്ട് ചെന്നൈ പോയി ആളെ വിളിച്ച് പിറ്റേ ദിവസം തന്നെ ഡേറ്റ് തന്നു. ഓഫീസിൽ പോയി നേരിട്ട് മീറ്റ് ചെയ്തു. പുള്ളി ഭയങ്കര അഭിപ്രായമായിരുന്നു. നേരിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അന്നേരമാണ് ആളുടെ ജഗമേതന്ത്രം അത് ആക്ച്വലി അത് തുടങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അന്നേരമാണ് ആൾ പറയുന്നത് ആ സിനിമയിൽ എന്നെ സിനിമാറ്റോഗ്രാഫറായിട്ട് വെക്കാൻ പുള്ളിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പാണ് എൻ്റെ DOP ഫിക്സ് ആയത്. വിളിച്ചത് അതിനായിരിക്കാം ചിലപ്പോൾ വിളിച്ചത്, പക്ഷെ ആൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. എനിക്കത് കത്തിയില്ല, എൻ്റെ പ്രശ്നമായിരിക്കും. അതെ, അപ്പോൾ ഇനി ചെന്നൈയിൽ വരുമ്പോൾ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി പിന്നെ വരുമ്പോൾ കാണാം, അങ്ങനെയാ. പക്ഷേ അവിടെ എന്തെങ്കിലും സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ഒരാഴ്ച മുമ്പാണ് എൻ്റെ DOP ഫിക്സ് ചെയ്തത്, എല്ലാം നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യായിരുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ ആൾ നമുക്ക് പിന്നീട് സ്റ്റോൺ ബെഞ്ച് ഒരുപാട് ചെറിയ പ്രൊജക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലേതെങ്കിലും ഇനി വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ചോല തമിഴിലേക്ക് ഡബ് ചെയ്തായിരുന്നു, അത് റിലീസ് ചെയ്യാനായിട്ട്. ഡബിങ് ഒക്കെ രസമായിട്ട് കംപ്ലീറ്റ് കഴിഞ്ഞാണ്, വർക്കൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞാണ്. അതിൽ പ്രിവ്യൂ വെച്ചായിരുന്നു. അപ്പം ഇതുപോലെ കാർത്തിക് സുബ്രാജ് സാറും നമ്മുടെ സന്തോഷ് നാരായണൻ മ്യൂസിക് ഡയറക്ടർ
പിന്നെ അതുപോലെ പാരഞ്ജിത്ത് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ പ്രിവ്യൂ കഴിഞ്ഞിട്ട് ഭയങ്കര അഭിപ്രായം ഉണ്ടായിരുന്നു. ഇപ്പോൾ സലേട്ടൻ തന്നെ പാരഞ്ജിത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് DOP എന്നപ്പോൾ ആൾ പെട്ടെന്ന് ഹഗ് ചെയ്തിട്ട് ഷെയ്ക്കാൻ ചെയ്തിട്ട് സൂപ്പർ വർക്കായിരുന്നു. ആളെന്നോട് കുറേ ഡൗട്ടൊക്കെ ചെയ്യും, ആ ലൈറ്റപ്പ് എങ്ങനെ ചെയ്ത്, ആ ഷോട്ട് എങ്ങനെ എടുത്തതെന്നൊക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് വട്ടായതാണോ അതോ മറ്റേ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായിരുന്നു. ഞാൻ പെട്ടെന്ന് ബ്ലാങ്ക് ആയിപ്പോയി. കാരണം അത്രയും ലെജൻഡായിട്ടൊരാൾ നമ്മളോട് എങ്ങനെ സിനിമയെക്കുറിച്ച് കുറേ ഡൗട്ടൊക്കെ ചെയ്തപ്പോൾ എൻ്റെ കിളി പോയി. അത് കഴിഞ്ഞ് പിന്നെ സിനിമ അവിടെ റിലീസായില്ല. അതെന്താ കാരണം എന്നറിയില്ല. ചിലപ്പോൾ അത് അവിടെ റിലീസാവുമായിരുന്നു, കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടിയേനെ. എന്നുവെച്ചാൽ അത് അദ്ദേഹം പാരഞ്ജിത്തിനെ പോലെ ഒരു വലിയ ആള് ഡൗട്ട് ചോദിക്കണമെങ്കിൽ അത്രയും നല്ലൊരു കാലിബറുള്ള ഒരാളാണ്. അത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ചോല അന്ന് കണ്ടതാണ്, എന്നാലും ആ സിനിമകളിലെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പം നമ്മൾ ഒരു ജീപ്പ് ഇങ്ങനെ ഏറെ ദൂരം പിന്നിട്ടതായിട്ട് നമുക്ക് തോന്നുന്ന ആ ഒരു റോഡിൻ്റെ ഒരു ഏരിയൽ ഷോട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര വളഞ്ഞിട്ടുള്ള റോഡിൻ്റെ ഏരിയൽ ഷോട്ട്, പിന്നെ വെള്ളച്ചാട്ടം ഇങ്ങനെ തലക്ക് മുകളിലൂടെ പോകുന്നത് പോലെയുള്ള അതൊക്കെ ഒരു രസമായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഒരു വെള്ളച്ചാട്ടത്തിലൊരു പ്രണയ സീനും അതൊരു വേറെ രീതിയിലുള്ള ഒരു സെക്ഷൽ സീനൊക്കെ അതിൽ കാണിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് എടുത്തത്? അത് തൊടുപുഴയായിരുന്നു ലൊക്കേഷൻ, മറ്റേ തൊമ്മൻകുത്ത്, അവിടെ ആനചാടിക്കുത്ത് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം, അവിടെയാണ് മെയിനായിട്ട് ആ സീൻ ഷൂട്ട് ചെയ്തത്. അത് ശരിക്കും ആ വെള്ളത്തിന് ഉള്ളിലുള്ള സീൻ മേളിൽ നിന്നുള്ള അത് ഐഫോണിലാണ് ഷൂട്ട് ചെയ്തത്. അന്ന് സൺലൈറ്റിൻ്റെ കയ്യിലുള്ള ഐഫോണിലാണ്. കാരണം ക്യാമറ നമുക്ക് ആ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അത് മാത്രം അതിലാണ് എടുത്തത്. ബാക്കി ക്യാമറയിൽ തന്നെ ചെയ്തത്. അത് കുറച്ച് റിസ്കി സാധനങ്ങളുണ്ടായിരുന്നു, ഭയങ്കര റിസ്ക് ആയിരുന്നു ഒരുപാടുള്ള. ക്യാമറ ഷെയ്ക്കൊക്കെ ഉള്ള ഒരു സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഭയങ്കര ഒരു രാത്രി നൈറ്റുള്ള ഒരു നൈറ്റിൽ അത് ടാസ്ക് ആയിരുന്നു. അതായത് അതിനകത്തെ ക്യാരക്ടർ റേപ്പ് ചെയ്യപ്പെടുന്ന ആ ഒരു ആ സീന്, അത് ആക്ച്വലി അത് സിംഗിൾ ടേക്കിലാണ് അത് എടുത്തത് അന്ന്. സിംഗിൾ ടേക്കിൽ എടുത്ത ആ സിനിമയിലെ മറ്റേ ഒരു ആ ലോഡ്ജ് കണക്കത്തെ ബിൽഡിംഗ് ഇല്ലേ, അതിൻ്റെ 3rd ഫ്ലോറിലാണ് ഈ സീൻ നടക്കുന്നത്. അപ്പം അതിൻ്റെ ആ സീനിലെ തുടക്കത്തിൽ അഖിൽ ആ സീനിലേക്ക് എൻട്രി ആവുന്നതോടും തൊട്ട് ക്യാമറ ഫോളോ ചെയ്ത് വന്ന് ഈ 3rd ഫ്ലോറും ഫോളോ ചെയ്ത് മേളിൽ ചെന്ന് ജോയിച്ചേട്ടൻ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് ഫോളോ ചെയ്ത് വീണ്ടും താഴോട്ട് നടന്ന് താഴെ ഇറങ്ങി വന്ന് പിന്നെ അവിടെ ഒരു ഉന്തും തള്ളും ആക്ടിവിറ്റി സാധനങ്ങൾ, അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് മേളിൽ ചെന്ന് സിംഗിൾ ഷോട്ടായിരുന്നു എല്ലാം സിംഗിൾ. അത് എൻ്റെ ശരിക്കും പണിയെടുത്ത ഒരു അങ്ങനെ ആ ഒരു, അതായത് 3 പ്രാവശ്യം കയറി ഇറങ്ങണം 3 ഫ്ലോറ്. അതൊരു 6 ടേക്കോളം പോയിട്ടുണ്ട്. എൻ്റെ പദ വന്നു അത് എല്ലാം പക്ഷേ റിസ്ക് ആയിട്ടുള്ള എന്നാൽ എല്ലാം ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു, നമ്മളെ ആ ഓരോ സീനുകളും കാണുമ്പോൾ നമുക്ക് അതിശയവും അതുപോലെ തന്നെ ഭയവും ഇമോഷൻസൊക്കെ വരുന്നത് അതിൽ നമ്മൾ ഈ വിഷ്വൽസ് കാണുമ്പോഴാണ്. ശരിക്കും അതിൽ ക്യാമറമാൻ്റെയാണ് ഫുൾ ക്രെഡിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. 100% ക്യാമറമാൻ ഉള്ളതാണ് അതിൻ്റെ ആ ക്രെഡിറ്റ്സ് മൊത്തം. അത് എനിക്ക് അതിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് വന്നത് ഒന്ന് സിനിമ സിങ് സൗണ്ട് ആയിരുന്നു. പിന്നെ സൺലൈറ്റിൻ്റെ സിനിമയിലുള്ള ആൾ ഓർഡറിലാണ് ഷൂട്ട് ചെയ്യുന്നത്. സിനിമ നമ്മൾ തിയേറ്ററിൽ കാണുന്ന പോലെ തന്നെ ആ സെയിം ഓർഡറിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യാറ്. അപ്പം നമ്മളവിടെ ചെന്നിട്ട് ഇപ്പോൾ സിനിമയാണെങ്കിലും ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളും കൂടി അതിനകത്ത് ആ ക്യാരക്ടറിലെല്ലാം ഇന്നായിട്ടാണ് എല്ലാവരും. ആ സെറ്റ് അങ്ങനെയാണ്, ഫുൾ കംപ്ലീറ്റ് സൈലൻറ്റ്. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ആ സെയിം സൗണ്ട് എഫക്ട്സ് ആ സെയിം ഫീല് എനിക്കും കിട്ടുവാണ്. അപ്പോൾ അതങ്ങനെ കണക്റ്റായാണ് മൊത്തത്തിൽ പോകുന്നത്. അതായത് ആ ക്യാരക്ടർ അവനോടൊപ്പം തന്നെയാണ് പോകുന്നത്. അപ്പം അത് ഒരുപാട് നമുക്ക് അങ്ങനെ ആ ഓർഡറിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറയിൽ ഇമോഷണലി ആ സാധനം വരാൻ പറ്റും. കുറച്ചുകൂടി അപ്പം നമ്മൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിൽ വരുന്നതിന് മുമ്പ് ഭയങ്കര ഞെട്ടലോടെയാണ് നമ്മൾ അഖിൽ വിശ്വനാഥിൻ്റെ ഒരു ആത്മഹത്യ. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയെ അത്രയും അധികം സ്നേഹിച്ചൊരു ചെറുപ്പക്കാരൻ, ബിൽഡിംഗ് പണിയൊക്കെ അതിൻ്റെ ഇടയിലാണ് സനൽകുമാർ ശശിധരൻ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ സിനിമാ മേഖലയിൽ ആരും അത് ചർച്ച ചെയ്യുമോ, അതിനൊരു ആ ഒരു RIP എന്ന് പോലും പറഞ്ഞിട്ടിട്ടില്ല. അത് കേട്ടപ്പോൾ ആ ഒരു ആത്മഹത്യ കേട്ടപ്പോൾ എന്താണ് ശരിക്കും പെട്ടെന്ന് തോന്നിയത്? ശരിക്കും പെട്ടെന്ന് ഞെട്ടലാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആള് അതിൽ ഭയങ്കര പാവ ഒരാളായിരുന്നു. ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണെങ്കിലും ഭയങ്കര പാവമാണ്. ഞങ്ങൾ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങളൊരു ഫാമിലി പോലെയായിരുന്നു. ആ ചോലയിൽ വർക്ക് ചെയ്ത എല്ലാ ടീമുകളും ഭയങ്കര രസമായിട്ടായിരുന്നു പോയിട്ടുണ്ട്. പിന്നെ അഖിൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. അതുപോലെ അവസരങ്ങൾ കിട്ടാത്തതിൽ വിഷമം ഉണ്ടായിരുന്നു ആൾക്ക്. പിന്നെ ഓപ്പറേഷൻ ജാവ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ബ്രേക്ക് ആൾക്ക് അധികം വന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യാം. വിളിച്ചിട്ട് ഇന്നപോലെ അതിന് വിഷമം ഉണ്ടായിരുന്നു. വേറെ മൂവീസ് വരാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മൂവീസ് ഇല്ലാത്ത എന്ന് വെച്ചാൽ നമ്മളൊരു നടനായി കഴിഞ്ഞാൽ പിന്നെ ആ പണിക്ക് ആദ്യത്തെ പണിയിൽ പോകാനൊരു ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്ക്. അപ്പം അങ്ങനെ ഒരു സാധാരണ പണിയിലേക്ക് പോകാൻ സിനിമയും ഇല്ല, അങ്ങനെ രണ്ടിൻ്റെ ഇടയിൽ കിടന്നിട്ടുള്ള അങ്ങനെ
ആൾക്കൊരു ഇതില്ലായിരുന്നു, പഴയ ജോലി അങ്ങനെ ഇതില്ലായിരുന്നു. പക്ഷെ വേറെ അവസരങ്ങൾ വരാത്തതിൻ്റെ ബുദ്ധിമുട്ട് അതിപ്പോൾ എനിക്കാണ് എല്ലാവർക്കും വരുമല്ലോ. ആ ഒരു ഇത് പറഞ്ഞായിരുന്നു അങ്ങനെ എന്തെങ്കിലും എനിക്ക് വിഷമത്തിൽ. ഈ ഒരു അടുത്ത പീരീഡിൽ കുറച്ചായിട്ട് വിളിയില്ലായിരുന്നു. പക്ഷെ അതിന് മുമ്പൊക്കെ ആൾ ഇടയ്ക്ക് വിളിക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ട് പറയണം എന്ന് പറയും. ഇപ്പോൾ ഞാൻ എടാ ഉറപ്പായിട്ടും പറയാം, അപ്പം മാക്സിമം കണക്ട് ചെയ്യാൻ നോക്കാറുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഗവൺമെൻറ്റിന് 1-2 ഷോർട്ട് ഫിലിം സാധനം അങ്ങനെയുള്ള കുറേ പ്രോജക്റ്റിലേക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. മറ്റേ കണ്ണൂർ കളക്ടർ ബ്രോയുടെ സ്ക്രിപ്റ്റ് ചെയ്തൊരു അതിലത് പക്ഷെ ഔട്ട് വന്നില്ല എന്ന് തോന്നുന്നു. അതിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾ. അങ്ങനെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ആൾ കുറേ ചെറിയ പ്രോജക്റ്റുകളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കയറ്റിയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്ന ആളുടെ അച്ഛന് പെട്ടെന്ന് വയ്യായിക വന്ന് കിടപ്പിലായിപ്പോയായിരുന്നു. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും കൂടുതലും. ഈ റീസെൻ്റ്ലി ഓണം ആ ടൈമിൽ ഇങ്ങനെ ആക്സിഡൻറ്റ് എന്തോ പറ്റിയിട്ട് അച്ഛൻ കിടപ്പിൽ വീട്ടിൽ ഫുള്ളായിട്ട് കിടപ്പിലായിരുന്നു. അപ്പോൾ ആളുടെ കാര്യമൊക്കെ നോക്കിയിട്ട് പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അതും പിന്നെ ഈ അവസരങ്ങൾ വരുന്നില്ല. അപ്പം മൊത്തത്തിൽ ആള് ഡിപ്രഷനിലായിരിക്കുമല്ലോ. അപ്പൊ ആരും ഒന്ന് സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല. ശരിക്കും വാർത്ത ആരെങ്കിലും ഒന്ന് ഒരു ഫോൺ കോൾ ചിലപ്പോ ഒന്ന് അജിത്തിനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ ബ്രദറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയുന്നത്. ആളല്ലെങ്കിൽ ഇടയ്ക്ക് തന്നെ വിളിച്ചു. ഇപ്പം എനിക്കും എന്തോ വിളിക്കാൻ നമ്മൾ അങ്ങോട്ട് വിളിക്കാൻ പറ്റിയില്ല. അപ്പൊ എപ്പോഴെങ്കിലും അത് മനസ്സിലൊന്ന് ചിന്തിച്ചു ഒന്ന് ഇടയ്ക്ക് വിളിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. തീർച്ചയായിട്ടും ആള് ഇത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഓരോ ചെറിയ വർക്കിനൊക്കെ ആയിട്ട് വരുമ്പോഴൊക്കെ എൻ്റെ വീട്ടിലാണ് വന്ന് നിന്നുകൊണ്ടൊക്കെ ഇരുന്നത്. ആ സമയത്തൊക്കെ ഇടയ്ക്ക് വീട്ടിൽ വരും, ഞങ്ങൾ കൂട്ടുകാരുടെ കൂടെയൊക്കെ കറങ്ങാൻ പോകും. അന്നേരമൊക്കെ ആള് വരാറ്, അത്രയും കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പ് വന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല നമ്മൾ അറിയുന്നതിനേക്കാളും കൂടുതൽ അറിയുന്ന ഒരാളാണ് ക്യാമറ കണ്ണിലൂടെ അവനെ ഒപ്പിയെടുത്ത ഒരു ആളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഒരു കഴിവിനെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു ആൾ. വേറെ എങ്ങനെ പഠിച്ചു വന്നതല്ല, വേറെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളൊന്നും അല്ല. നാടകം അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നു അവിടെ നാട്ടിൽ. പക്ഷെ പുള്ളി ഫസ്റ്റ് സിനിമയാണ് പോലും അത് പറയില്ല. ആളുടെ ഫസ്റ്റ് പടമാണ്. ജോജു ജോർജിന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്നുണ്ട്. രണ്ടുപേരുടെ സൈസ് ശരിക്കും പറഞ്ഞാൽ അത് തന്നെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള 2 ആർട്ടിസ്റ്റുകളാണ്. അവരുടെ കൂടെ തന്നെ പുള്ളി പിടിച്ചു നിൽക്കുന്നുണ്ടായില്ലേ. അതെ, നിമിഷ സജയന്റെ ഒപ്പത്തിന്. ഭയങ്കര. പക്ഷെ എന്നാലും ഒരു അവാർഡായിട്ട് കിട്ടിയില്ല അല്ലേ അഖിലിനാണേലും ഇപ്പം അജിത്തിനാണേലും മികച്ച ഛായാഗ്രഹകൻ എന്ന് പറഞ്ഞ് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ഇത് അവസാന നിമിഷത്തിലാണ് പോയത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ലാസ്റ്റ് 2 പേരിൽ വന്നിരുന്നു. അപ്പം ഇതുപോലെ കുറച്ച് പേരൊക്കെ വിളിച്ചിട്ട് ചിലപ്പോൾ അവാർഡിന് അവസരം നാളെ ചിലപ്പോൾ അവാർഡ് ചാൻസ് ഉണ്ടെന്നൊക്കെ തലേന്നൊക്കെ വിളിച്ചു. ഇപ്പോൾ സംസ്ഥാന അവാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മികച്ച നടന് കിട്ടി, മികച്ച നടി നിമിഷ സജയന് കിട്ടി, സംവിധായകന് കിട്ടി, അങ്ങനെ എല്ലാ അവാർഡുകളും കിട്ടിയിട്ടും ശരിക്കും അതിൽ കിട്ടേണ്ട ഒരാളായിരുന്നു എന്താ പറയുക അജിത്ത് ആചാര്യ. അത് പക്ഷെ അവസാന നിമിഷം പോയി. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിനിപ്പോൾ എങ്ങനെ കാണുന്നത് വെച്ചാൽ അതിപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാവും. എന്നാലും അന്ന് എന്തായിരുന്നു ആ ഒരു ഫീലിങ്സ്? വിഷമം ഉണ്ടായിരുന്നു. എന്നാലും ഫസ്റ്റ് സിനിമയിൽ തന്നെ ലാസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 2 പേര് വന്നതിൽ പേര് വന്നത് തന്നെ വലിയ കാര്യം. അങ്ങനെ ഞാൻ കാണുന്നത്. പിന്നെ അത് ഒരുപാട് പേര് എന്നെ വിളിച്ചായിരുന്നു. മറ്റേ പ്രസ്സിൽ നിന്നൊക്കെ വിളിച്ചിട്ട് വൈകിട്ട് വിളിച്ചിട്ട് ഇന്ന പോലെ അവാർഡിന് സുഹൃത്തുക്കൾ അറിയാവുന്നവർ വിളിച്ചിട്ട് വന്നു, നിനക്കായിരിക്കും ഓരോ ചാൻസ്. അങ്ങനെ ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിറ്റേ ദിവസമാണ് പറഞ്ഞാൽ അല്ല അത് ഞാനിപ്പോൾ വേറെ പേരൊന്നും അതല്ല എന്ന് വെച്ചാൽ ഞാനത് അന്ന് എന്ന് പറഞ്ഞാൽ ആ അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ ആ സമയത്ത് ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ബീന പോളായിരുന്നു. ബീന പോളിൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്ത സിനിമയായിരുന്നു കാർബൺ. ബീന പോൾ തന്നെയായിരുന്നു ആ സിനിമയുടെ എഡിറ്ററും. അപ്പം ശരിക്കും അജിത്തിന് കിട്ടേണ്ട ഒരു അവാർഡായിരുന്നു. പക്ഷേ കാർബൺ സിനിമക്കാണ് പോയത്. അത് ഒരു ഇടപെടൽ കൂടി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ ബീന പോളിൻ്റെ? ഞാൻ അങ്ങനെ പേരെടുത്തൊന്നും പറയുന്നില്ല. അല്ല അത് ഇടയ്ക്ക് അങ്ങനെ കോൺട്രവേഴ്സി ആയിരുന്നു. അത് സംസാരം വന്നായിരുന്നു. അത് അതിനെതിരെ ഇതൊക്കെ വന്നായിരുന്നു. പക്ഷെ ഞാനത് അങ്ങനെ ഇതായിട്ട് പറയുന്നില്ല. പിന്നെ ആ 2 സിനിമയും വെച്ചിട്ട് നിങ്ങൾ പ്രേക്ഷകർ തന്നെ ഒരു ജഡ്ജ് ചെയ്യട്ടെ. അല്ല എന്നാലും അങ്ങനെ നമ്മുടെ ഒരു സ്വാധീനം, നമ്മൾ വളർന്നു വരുന്ന ഒരാളുണ്ടല്ലോ, ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരാളും അപ്പുറത്ത് സ്വാധീനം ഉള്ള ആളും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. കഴിവിന് അവിടെ എന്താ പറയുക പ്രാമുഖ്യം കൊടുക്കാത്തൊരവസ്ഥ. അതിപ്പം എല്ലാ ഇതുപോലെയുള്ള ഇതിനും പൊളിറ്റിക്സ് ഉണ്ടാവുമല്ലോ.
പക്ഷെ അവസാന നിമിഷം ഇപ്പം പത്രക്കാർക്കാണേലും ആദ്യമേ അറിയാൻ പറ്റും ഇപ്പം അജിത്തിനായിരിക്കും അവാർഡ് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും അവർ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വിളിച്ച് പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് ലാസ്റ്റ് നിമിഷത്തിൽ ഇത് മാറി മറിഞ്ഞ് കാർബണിന് പോവാന്നൊക്കെ പറയുമ്പോൾ അത് ചോല എന്ന് പറയുന്നത് അത്രയും അംഗീകാരം കിട്ടി, എല്ലാവർക്കും കിട്ടി. അതിൽ പക്ഷേ സിനിമാറ്റോഗ്രാഫറിന് മാത്രം അവിടെ കിട്ടിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ചോല ഒരുപാട് പേരിലേക്ക് എത്തിപ്പെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ആളുകൾ കൂടുതൽ പ്രതികരിച്ചേനെ. അതെ, കാരണം ആളുകൾ കണ്ടെങ്കിലല്ലേ ഉള്ളൂ, ആളുകളിലേക്ക് എത്തിയെങ്കിലല്ലേ ഉള്ളൂ അതിനൊരു പ്രതികരണം ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നുണ്ടാവും. അതൊരു വലിയ പ്രശ്നമായിരുന്നു സിനിമ അത് ആളുകളിലേക്ക് എത്താഞ്ഞത്. എത്തിപ്പെടാൻ ഇപ്പം ഞാനായാലും ആ സമയത്ത് എന്തോ കണ്ടത്, പിന്നെ ഈ സിനിമ എവിടെയും കാണാൻ പറ്റുന്നില്ല. ഏതോ ഏതോ ഇതിലുണ്ട്, ആമസോൺ പ്രൈമിലുണ്ട് സിനിമ. എന്നാലും ആൾക്കാർ കൂടുതലായിട്ട് ഇതൊരു അവാർഡ് പടം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ഇതിലെ ഇത്രയും ഒരു എഫേർട്ട് ആരും കാണുന്നില്ല. സനൽകുമാർ ശശിധരൻ്റെ പടം കൂടി ആയതുകൊണ്ടാണോ ശരിക്കും എല്ലാവരിലേക്കും ഇത് എത്തിപ്പെടാതിരുന്നത്? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? മേ ബി ആയിരിക്കും. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിമിഷ സജയനും ജോജു ജോർജിനും കിട്ടിയൊരു ആ ഒരു എന്താ പറയുക പ്രിവിലേജ് ഒന്നും അതിലെ ഛായാഗ്രഹനായിക്കോട്ടെ അതുപോലെ അഖിൽ വിശ്വനാഥനായിക്കോട്ടെ അവർക്കൊന്നും ബാക്കി ആർക്കും കിട്ടിയില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ഞാനാണെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അത് ആൾ തന്നെ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ടുള്ളതാണ്. അതിലിപ്പം എനിക്കറിയില്ല. അല്ല, എന്നാലും ഇതിന് ഒരു നമ്മൾ ചെയ്തൊരു വർക്കാണല്ലോ, അത് ഇത്രയും നല്ലതായിട്ട് കൂടി ആളുകളിലേക്ക് എത്തുന്നില്ല, ഒരു അംഗീകാരം തേടി വരുന്നില്ല. അപ്പോൾ ഒരു എന്താ അതിനെങ്ങനെ കണ്ടേ? മേ ബി ഇപ്പം സനലേട്ടൻ്റെ പൊളിറ്റിക്സിനോടുള്ള എതിർപ്പ് കൊണ്ട് ചിലപ്പോൾ മനഃപൂർവ്വം ഇതാക്കിയതായിരിക്കാം. ആള് പൊളിറ്റിക്കലി ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പം അതിൻ്റെയൊക്കെ ഉണ്ടാവും. ഏതായാലും ഒന്നും അങ്ങ് തുറന്നു പറയാൻ പറ്റുന്നില്ല. അല്ല, തുറന്നു പറയാൻ എനിക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ ഇൻഡയറക്റ്റ്ലി എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, പടം ഇതായിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ നേരിട്ട് മറ്റൊരാളിന് അങ്ങനെ ഇതുവരെ ഞാനങ്ങനെ കേൾക്കുക ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇപ്പം സനലേട്ടന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവുക, അതിൻ്റെ ഇതിലായിരിക്കും പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതിൽ നേരിട്ടൊരു ഭാഗമാകാത്തതുകൊണ്ട് സനൽകുമാർ ശശിധരൻ്റെ സനലേട്ടൻ്റെ സിനിമകൾ പണ്ട് ഒരിക്കൽ ഞാൻ പഠിക്കുന്ന സമയത്ത് അഭിമുഖം ചെയ്തിട്ടുണ്ട്, ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നേരമൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ കളിയാണെങ്കിലും അങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തല്ലോ. ഇപ്പം അദ്ദേഹം ഒരു എന്താ പറയുക ഒരു വേറൊരു രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്ത് കളഞ്ഞു. ശരിക്കും സോഷ്യൽ മീഡിയ വഴി കാണുന്ന ആളല്ല എന്നാണ് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾ. സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവർ ജനങ്ങളെ അറിയാവുന്ന ആളല്ല. പിന്നെ അജിത്ത് കണ്ടൊരു സനൽകുമാർ ശശിധരൻ എങ്ങനെയാണ്? നല്ല ആളാണ്, നല്ല വ്യക്തിത്വമുള്ള നല്ലൊരു മനുഷ്യൻ, നല്ല അറിവുള്ള ഒരാളാണ്. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ള ആൾ. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പോൾ ചോല വർക്ക് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ടോയുടെ വഴക്ക് അതിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ആളുടെ ഭാഗത്തുനിന്ന് വേറെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. എനിക്കറിയാവുന്ന ആൾ. സംവിധായകൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഒരു DOPയോടുള്ള പെരുമാറ്റമൊക്കെ എങ്ങനെയാണ്? ഭയങ്കര ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലി ആണ്. ആൾക്ക് വ്യക്തമായിട്ടൊരു ധാരണയുണ്ട് ആളുടെ സിനിമയെക്കുറിച്ച്. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ഭയങ്കര സിംഗായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഈ അടുത്ത് എപ്പോഴെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഈ അഖിൽ വിശ്വനാഥ് ആത്മഹത്യ ചെയ്തതിന് ശേഷം? അതിന് ശേഷം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ അഖിലിൻ്റെ ഇത് അറിഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് വരാൻ പറ്റില്ല, അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നു അഖിലിൻ്റെ അതിനെ കാണാൻ പോയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അവിടെ? പൊതുവെ ആളൊക്കെ കുറവായിരുന്നു. സിനിമാ മേഖലയിൽ നിന്ന് ആരെങ്കിലും വന്നായിരുന്നു? ആരും വന്നിട്ടില്ലായിരുന്നു. എനിക്ക് നേരിട്ട് പരിചയമുള്ള ആരും വന്നിട്ടില്ലായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി അവിടെ നിന്നപ്പോഴത്തേനും. പിന്നെ അവിടെ വേറെ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു, പക്ഷേ എനിക്ക് നേരിട്ട് പരിചയമുള്ള ആരും വന്നിട്ടില്ല. പിന്നെ ജോജു ചേട്ടൻ്റെ പേഴ്സണൽ സ്റ്റാഫ് മറ്റേ വിഷ്ണു, അങ്ങനെ അവരുടെ ഓഫീസിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അതും കഴിയാറായപ്പോഴത്തേക്കിനും അവർ വന്ന് ഇത് എല്ലാവരും അറിയാൻ തന്നെ ലേറ്റായി. ഞാനാണെങ്കിലും ഇപ്പം ചോല വർക്ക് ചെയ്ത ആളുകളൊക്കെ വിളിച്ചിട്ട് ഈ ഇൻസിഡൻറ്റ് പറയുമ്പോഴത്തേക്കിനും അവർ പലരും അറിഞ്ഞിട്ടില്ലായിരുന്നു. അത് മരണം അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ തന്നെ അറിയുന്നത് തലേന്ന് രാത്രിയായിട്ടാണ്, ഒരു 9-10 മണി അങ്ങനെ ടൈമിലാണ് അറിഞ്ഞത്. അപ്പം പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാനൊരു മാർഗ്ഗമില്ലായിരുന്നു. പിന്നെ തപ്പി അനിയൻ്റെ നമ്പർ കിട്ടി വിളിച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അപ്പം തന്നെ ഞാൻ വെളുപ്പിനെ തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് രാവിലെ തന്നെ പോയി അവിടെ ചെന്നിട്ട് പിന്നെ ബാക്കിയുള്ളവരെ വിളിക്കാൻ പറ്റിയത്. അവരൊക്കെ വിളിച്ചപ്പോൾ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. അതുമാത്രമല്ല നിമിഷ സജയൻ എന്നൊരു പോസ്റ്റ് പോലും ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിമിഷ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അപ്പം ആള് കണ്ടത് ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ്, ഈ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് അറിയുന്നത്.
അപ്പം ആൾ എന്നോട് ചാറ്റ് ചെയ്ത്. അപ്പം ഇവിടെ ഇല്ലായിരുന്നു, നോർത്തിൽ എവിടെയോ ഷൂട്ടിലായിരുന്നു. അപ്പോൾ ആൾ ഇത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത്, ലേറ്റായിട്ടാണ്, മിക്കവരും തന്നെ ലേറ്റായിട്ടാണ് ഇത് അറിഞ്ഞത്. ജോജു ചേട്ടൻ പിന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ആ കണ്ടു. ആ പക്ഷെ എന്നാലും അവർ ഒരുമിച്ച് അഭിനയിച്ച് എല്ലാവരും ആ ടീമിൽ ഒരാൾ എല്ലാവരും പോവേണ്ടേ ആയിരുന്നു ശരിക്കും. അതെ അതെ, എനിക്കൊന്ന് അറിയാൻ ലേറ്റ് ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഓരോരുത്തർക്കും എത്തിപ്പെടാനുള്ള ടൈം പോലും എവിടെയായിരുന്നു വീട് അഖിലിൻ്റെ? ഇതിലൂടെ കോടാലി, തൃശ്ശൂർ. ആ ആ ആ കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിരുന്നു. ആ തനിയായിരുന്നു. ഭയങ്കര ഷോക്കായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അച്ഛൻ ഇപ്പോഴും കിടപ്പിൽ കിടപ്പിൽ തന്നെയാണ്. ഞാൻ വീട്ടുകാരും കാണാൻ നിന്നില്ല, ആ ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു ഭയങ്കര. പിന്നെ അനിയൻ്റെ നമ്പറുണ്ട്, അവനെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, വിളിച്ചോണ്ടിരുന്നത്. കുറച്ച് വിളിക്കണം ആളെ. ഇപ്പം ചോലയാണെങ്കിലും 76ാമത് വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പോയതാണ്, പിന്നെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ, അങ്ങനെ അവിടെയൊക്കെ ലോക ശ്രദ്ധ നേടിയ ഒരു സിനിമാറ്റോഗ്രാഫറാണ്. അപ്പം കേരളത്തിലെ സംവിധായകർ എന്തുകൊണ്ടോ കണ്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല പിന്നീടായാലും വിളിച്ചിട്ട് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ആരും വിളിച്ചിട്ടില്ല, കാണാത്തോണ്ടാണ് എന്തോ അറിയില്ല. മലയാള സിനിമയിൽ ഇപ്പം എനിക്ക് ഒന്ന് ഇൻഡസ്ട്രിയിൽ അധികം കോണ്ടാക്ട് ഇല്ല. ഞാൻ ചോല ചെയ്യുമ്പോൾ ശരിക്കും ഒരു സിനിമയുടെ ലൊക്കേഷൻ പോലും നേരെ കണ്ടിട്ടില്ല. ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ ഇൻഡസ്ട്രി ആയിട്ട് അല്ലെങ്കിൽ സിനിമയായിട്ട് വേറെ അങ്ങനെ കണക്ഷൻ ഇല്ലാതെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്, നേരിട്ട് ആദ്യം ചെയ്യുന്ന സിനിമയാണ് ചോല. അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എനിക്കുണ്ടായി, ഇൻഡസ്ട്രി കോണ്ടാക്ട് ഇല്ല. ആദ്യ സിനിമ നമുക്ക് എങ്ങനെയാലും ചെയ്യാം, പക്ഷെ സിനിമ തന്നെ നിൽക്കണമെങ്കിൽ കോണ്ടാക്ട്സ് വേണം, അതൊരു വലിയ പ്രശ്നം. ബന്ധങ്ങൾ വേണം. മനസ്സിലാക്കി ഒരു നിമിഷം ഉണ്ടാവില്ല, അത് എപ്പോഴായിരുന്നു? അത് അവസരങ്ങൾ വരെ നമുക്ക് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇപ്പം എനിക്ക് ആകെ ഇപ്പം ഇൻഡസ്ട്രിയിൽ പറയാന്ന് പറഞ്ഞാൽ ഇപ്പം ജോജു ചേട്ടൻ അല്ലെങ്കിൽ നിമിഷ, അത് പിന്നെ സനലേട്ടൻ്റെ സിനിമകളാണെങ്കിലും ഫെസ്റ്റിവൽ മൂവീസാണ്. അപ്പം മെയിൻ സ്ട്രീം സിനിമകളിലുള്ള അങ്ങനെ അധികം കോണ്ടാക്ട്സ് വേറെ ടെക്നീഷ്യന്മാരാണെങ്കിലും നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിരുന്നു, കോണ്ടാക്ട്സ് ഇല്ല. ബന്ധങ്ങളാണ് ഏറ്റവും ഇതല്ലേ, കോണ്ടാക്ട് കീപ്പ് ചെയ്താലേ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റും. ഒരു സിനിമയിൽ എത്താം, പക്ഷെ മുന്നോട്ട് പോകണമെങ്കിൽ അടുത്തൊരു സിനിമ അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ കോണ്ടാക്ട്സ് തന്നെ വേണം. അത് ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ അസിസ്റ്റ് ചെയ്യാതെ അല്ല മറ്റേ ആരുടെയും കൂടെ വർക്ക് ചെയ്യാതെ വന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം വേറെ എനിക്ക് കോണ്ടാക്ട്സ് ഇല്ല. അങ്ങനെ അസിസ്റ്റ് ചെയ്യാതെ വരുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് വരുമ്പോൾ ഭയങ്കര പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ ഈ മലയാള സിനിമാ മേഖലയിൽ നിന്നല്ല ഏത് സിനിമാ മേഖലയിലും? തീർച്ചയായിട്ടും കോണ്ടാക്ട്സ് ഇല്ലെങ്കിൽ പിന്നെ ഒന്ന് എനിക്ക് കോണ്ടാക്ട്സ് ഇല്ല, പിന്നെ ഇതുപോലെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ പെട്ടെന്ന് മറന്നുപോലും. പിന്നെ ഇപ്പോൾ ഈ ഒരു എന്താ പറയുക അഖിൽ വിശ്വനാഥിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ശരിക്കും അജിത്തിനെ നമ്മളായാലും തേടുന്നത്. അങ്ങനെയാണ് ശരിക്കും പറയാലോ. എവിടെയാണ് ഈ സിനിമാറ്റോഗ്രാഫറിനെ കുറിച്ചൊരു പോസ്റ്റ് കാണുന്നത് തന്നെ അനീറ്റ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ്, അനീറ്റ ആൻസി ജോസഫ് അവൾ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് കാണുന്നത്. അത് സനൽകുമാർ ശശിധരൻ അത് ഷെയർ ചെയ്തപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ അജിത്തിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെ മറ്റുള്ളവർ ശരിക്കും ഇങ്ങനെ ഒരു ആൾക്കാർ ഇങ്ങനെ നമ്മൾ ആക്റ്റീവ് അല്ലാതിരിക്കുമ്പോൾ മറന്നു പോകും ആൾക്കാർ. അത് ശരിയാണ്. ശരിക്കും സിനിമ ആളുകളൊക്കെ മെയിനായിട്ട് എത്താത്തതിൻ്റെ തന്നെയാണ് അത്. എന്താ പറയട്ടെ, ഒരു ഇൻട്രോവേർട്ടാണോ? എല്ലാവരോടും ഇടിച്ചു കയറി പോണ്ടേ? അതെൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ്, സംസാരം കുറവാണ്. അതെ അതെ. ഞാനിപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കാർത്തിക് സാറിനൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, മെസ്സേജ് റിപ്ലൈയൊക്കെ ഉണ്ടായി. പിന്നെ ഞാനിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് സംസാരിക്കാനായിട്ട് കുറേ പ്രാവശ്യം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ച്. അപ്പോൾ ആൾ ഫോൺ എടുത്തില്ല. അപ്പം മേ ബി പുള്ളി തിരക്കിലായിരിക്കും, അവർ ഭയങ്കര ബിസി ആയിട്ടുള്ള ആളുകളാണ്. കാർത്തിക് സുബരാജാണോ? അതെ, കാർത്തിക് സുബ്രാജ്. അദ്ദേഹത്തെ വിളിക്കാറുണ്ടോ? ആ ടൈമിൽ കോൺടാക്ട് നല്ല പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളിപ്പോൾ കുറേ പടങ്ങളിൽ തിരക്കിലായിപ്പോയല്ലോ, അപ്പോൾ ഫോൺ എടുക്കാതെ വന്നപ്പോൾ ഇനി അത് തിരക്കൊണ്ടായിരിക്കും. പക്ഷെ അപ്പം ഞാനത് പിന്നെ ഡിസ്റ്റർബ് ചെയ്യുകയാണെന്നുള്ളൊരു അങ്ങനെ നമ്മളൊരു ശല്യമായി പോയിട്ട് അവർക്ക് തോന്നുന്നു, അതുകൊണ്ട് വിളിക്കില്ല. അപ്പോൾ ജോജു ചേട്ടനാണല്ലേ ആ കുറേ കാലം നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു ആളുമായിട്ട്. ജോജു ജോർജ് ഒരുപാട് സിനിമകൾ ചെയ്യുന്നില്ല, എന്നാലും ഒരു അവസരം അജിത്തിന് തന്നൂടെ? അതറിയത്തില്ല. അല്ല അദ്ദേഹം ശരിക്കും നേരിട്ടറിഞ്ഞ അജിത്തിന്റെ ക്യാമറയിലൂടെയാണല്ലോ അവരുടെ എല്ലാ ഇതും പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടത്. അല്ല
അവർക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടല്ലോ, എൻ്റെ സിനിമ മാത്രമല്ലേ. അല്ല എന്നാലും ആദ്യ സിനിമയിലെ തന്നെ ഇത്രയും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുക എന്ന് പറയുന്നത് ശരിക്കും അംഗീകരിക്കേണ്ടത്, അവർ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ ശരിക്കും? അല്ല എല്ലാം മാറ്റി നിർത്തിയിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ അല്ല ചോദിച്ചിട്ടുണ്ടോ അവസരം? ജോജി ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ അത് കഴിഞ്ഞിട്ട് ആളെ കണക്ട് ചെയ്യാൻ കിട്ടുന്നില്ല ഫോണിൽ. അപ്പോഴും ഇതേ സെയിം പ്രശ്നം തന്നെ. നമ്പർ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. പഴയ എൻ്റെ കയ്യിലുള്ള നമ്പറിൽ കുറേ നാൾ വിളിച്ചിട്ട് റെസ്പോൺസ് വരാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ ആൾ ബിസി ആയിരിക്കും, ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി അങ്ങനെ അല്ലെ ഈ ഫെസ്റ്റിവൽ മൂവീസിൽ ക്യാമറ ചെയ്തുകൊണ്ടാണോ ശരിക്കും കൊമേഴ്ഷ്യൽ മൂവീസിൽ അങ്ങനെ എത്തിപ്പെടാനൊരു ബുദ്ധിമുട്ടുണ്ടാവും? അങ്ങനെയല്ല അവരത് മാറ്റി നിർത്തുമോ? ഒരു ക്യാമറമാനെ ആണെങ്കിൽ പോലും സംവിധായകനെ പോലെ സനൽകുമാർ ശശിധരൻ ഒരു കൊമേഴ്ഷ്യൽ മൂവി ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുപോലെ ക്യാമറമാനും അങ്ങനത്തെ ഒരു പ്രശ്നം വരുമോ? ടൈപ്പ് കാസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവാം. പക്ഷെ നമുക്ക് അത് അങ്ങനെ അല്ലാതെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയാലും നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞു. ഇത് ഫെസ്റ്റിവലിനായിട്ട് അങ്ങനെ മൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളല്ല ഞാൻ. സബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് ചെയ്യുക, അല്ലാതെ അവാർഡിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യാതെ അങ്ങനെ ഒരു തോട്ട്സ് ഇല്ല. ഏത് സിനിമയായാലും ക്യാമറമാൻ തന്നെയാണല്ലോ അല്ലേ? അപ്പൊ അത് ശരിക്കും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നുണ്ടാവില്ല. അതിന്റെ ഇമോഷൻ എന്താണ്, ടോണ്, അതെന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് വർക്ക് ചെയ്യാന്നുള്ളൂ. അതിപ്പം അത് ശരിക്കും സബ്ജക്റ്റാണ്, കൊമേഴ്ഷ്യൽ ആണോ ഇതാണോ തീരുമാനിക്കുന്ന സബ്ജക്റ്റാണ് അത്. ചോല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അജിത്ത് ആരാണെന്ന് അറിയണമെങ്കിൽ ചോലയൊന്ന് കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിലുണ്ട്. അത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഇൻ്റർവ്യൂ കാണുന്ന ആൾക്കാരൊന്ന് ആ സിനിമ കണ്ടിട്ട് ശരിക്കും കൂടുതൽ ആൾക്കാർ അജിത്തിൻ്റെ അടുത്തോട്ട് എത്തട്ടെ. നമുക്കൊരു വിഷമമുണ്ട്. അങ്ങനെയല്ല, അത്രയും നല്ലൊരു സിനിമയിലൊരു സിനിമാറ്റോഗ്രാഫർ. ഞാനിപ്പം പറയുവാണെങ്കിൽ ഇപ്പം അത് കഴിഞ്ഞിട്ട് വേറെ പണിക്കൊക്കെ പോകാറുണ്ടല്ലോ, സാധാരണ ജോലിയൊക്കെ ചെയ്യാറുണ്ടായിരുന്നോ? ഞാൻ പഴയ പോലെ തന്നെ എന്തായിരുന്നു ജോലി? ഞാൻ സിനിമ വരുന്നതിന് മുമ്പ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നു, വെഡ്ഡിങ്, ആ സമയത്ത് വെഡ്ഡിങ്, പിന്നെ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ നിർത്തിയത്. കുറച്ചും കൂടി അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് ആൽബംസ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ തന്നെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛന് വീട്ടിൽ വർക്ക്ഷോപ്പുണ്ട്, വർക്ക്ഷോപ്പാണ് ബിസിനസ്. അങ്ങനെ ഇടയ്ക്ക് അതിൽ സഹായിക്കും. വർക്ക്ഷോപ്പിൽ അത് ഇതിലൊക്കെ വരുന്നതിന് ഏറ്റവും ആദ്യം സ്റ്റാർട്ടിങ് അവിടെ ആയിരുന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ തൊട്ട് ഇങ്ങനെ അവർ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അവിടെ. അതിൽ ചോല കഴിഞ്ഞതിന് ശേഷം വഴക്കിൽ വരുന്നതിന് മുമ്പ് വരെ ഒരുപാട് നാളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. അന്ന് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഇടയ്ക്ക് ഒരു കന്നഡ മൂവി ചെയ്തിരുന്നു. അത് റിലീസായിട്ടില്ല, അതിപ്പം റീസെൻ്റ്ലി ആകും ചെയ്തിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ അഡ്വർടൈസ്മെൻ്റ് ആണ് മെയിനായിട്ട് ഫോക്കസ്. അഡ്വർടൈസ്മെന്റിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്യും. സിനിമാറ്റോഗ്രാഫിയും ഇപ്പം ഡയറക്ഷനും കൂടി ചെയ്യാൻ പോവാണ്. സ്ക്രിപ്റ്റ് ഒരെണ്ണം ചെയ്തായിരുന്നു, അതിന് കുറച്ച് ബ്രേക്ക് എടുത്തായിരുന്നു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഈ കൊറോണ പീരീഡിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ഇപ്പം കംപ്ലീറ്റ് ആയി, ലോക്കായി. അപ്പോൾ അതിങ്ങനെ ഓണാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇതുവരെ വേറെ ആരോട് സംസാരങ്ങളൊന്നും നടന്നില്ല. പ്രൊഡക്ഷനായിട്ട് അങ്ങനെ നോക്കുന്നു സംസാരിക്കാനായിട്ട്. അപ്പം എന്താ പറയുക, സിനിമാറ്റോഗ്രാഫി വിട്ടിട്ട് പോവുകയാണോ? വിട്ടിട്ട് പോവല്ല, അത് ഞാൻ തന്നെ എഴുതിയ സ്ക്രിപ്റ്റ്, എൻ്റെ സ്ക്രിപ്റ്റാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ചെയ്തത്, അരുൺ എന്ന് പറഞ്ഞിട്ട്. സ്റ്റോറി എൻ്റെയാണ്. അപ്പം അത് ഡയറക്ഷൻ ചെയ്യണമെന്നാണ്. അത് ഡയറക്ഷനും ക്യാമറയും എഡിറ്റിങ്ങും ഒക്കെ ആയിരിക്കുമോ? കരിയർ സ്റ്റാർട്ട് ചെയ്ത എഡിറ്ററായിട്ടാണ്. അപ്പം എനിക്ക് വേറൊരാളെ അത് ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന സമയം കൊണ്ട് എനിക്ക് അത് ചെയ്യാമല്ലോ. അത് അങ്ങനെ ആഷിഖ് അബു മായാനദിയൊക്കെ ചെയ്ത പോലെ തന്നെ അങ്ങനെ തന്നെ അല്ല, ഓൾ ഇൻ ഓൾ ആണല്ലേ. എന്തൊക്കെ ചെയ്യും സിനിമയുടെ എഡിറ്റിങ്ങും ക്യാമറയും ഡയറക്ഷനും എഴുത്തും, പിന്നെ എന്തൊക്കെ ചെയ്യും? എന്നെ കൊണ്ടൊരു സിനിമ അങ്ങനെ ഇത്ര പെട്ടെന്ന് എഴുതാൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിച്ച ആളല്ല. ആക്ച്വലി സിനിമ എഴുതാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ കൊറോണയുടെ സമയത്ത് ഭയങ്കര സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു കന്നഡ മൂവി ചെയ്തിരുന്നു. അപ്പോൾ അതിൽ വർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർമാർ നമ്മുടെ വർക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആൾ എന്നോട് പറഞ്ഞായിരുന്നു എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഇങ്ങനെ സാമ്പത്തികമായിട്ട് പൊളിഞ്ഞ് നിന്നപ്പോൾ ഞാനൊരു 1 ലൈൻ ഉണ്ടാക്കിയിട്ട് അവരുടെ അടുത്ത് വന്നപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡെവലപ്പ് ചെയ്തു, അവർ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഉണ്ടാക്കിക്കോളാം, കുഴപ്പമില്ല, നല്ല സബ്ജക്റ്റാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് എഴുതാനായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും ആണ് ഈ സിനിമയുടെ 1 ലൈൻ ശരിക്കും ഇത് റിയലായിട്ട് നടന്നൊരു ഇൻസിഡൻ്റാണ് വയനാട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അരുൺ ഇത് നേരത്തെ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എഴുതാതിരുന്നപ്പോഴത്തേക്കിനും പെട്ടെന്ന് ഈ 1 ലൈൻ ഉള്ളിൽ കയറി വന്നിട്ട് ഇത് പയ്യെ ഡെവലപ്പ് ആകാൻ തുടങ്ങി. മറ്റേ എഴുതാതിരിക്കുമ്പോഴത്തേനും ഇത് ഉള്ളിൽ കയറി വരും. അപ്പോൾ മറ്റേ എഴുതാൻ പറ്റുന്നില്ല.
ഇതൊരു 1 വീക്ക് കൊണ്ട് ഇതൊരു 1 ലൈനായി പെട്ടെന്ന്. 1 ലൈനായി ഓൾമോസ്റ്റ് ഒരു ഫൈനൽ ആ പെട്ടെന്ന് 1 വീക്ക് കൊണ്ട് തന്നെ സ്ക്രിപ്റ്റിൻ്റെ ഫോർമാറ്റ് ആയില്ലെന്നേ ഉള്ളൂ, കഥയായി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ആരെന്നെ വിളിച്ചിട്ടൊന്ന് എന്നാൽ എനിക്കിതുപോലെ മറ്റേ എഴുതാൻ പറ്റുന്നില്ല, എനിക്ക് ഈ സാധനം കയറി വരുമ്പോൾ പുള്ളി പറഞ്ഞു നീ വേറെ എങ്ങോട്ടും ചിന്തിക്കില്ല, എൻ്റെ മൈൻഡ് മാറിപ്പോല്, മറ്റേ സാധനം ചെയ്ത് കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും, ഞാൻ നമ്മൾ സാമ്പത്തിക പ്രശ്നം വരും, അവർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്, അപ്പോൾ നീ വേറെ ഫോക്കസ് ഒന്നും പോലെ ഇത് തന്നെ എഴുതാൻ പറഞ്ഞു. ഞാൻ പക്ഷേ ഇത് എഴുതാതിരിക്കുമ്പോഴത്തേക്കും എനിക്ക് പറ്റുന്നില്ല, മറ്റേത് കയറി വരും, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. നിങ്ങളൊരു അപ്പം കൊറോണയുടെ കഴിഞ്ഞിട്ട് മറ്റേ ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയം, മറ്റേ പാസ് എടുക്കണം, ഇപ്പം സംഭവം ലോക്കായിട്ട് നിൽക്കുകയാണ്, അത് ഓണാക്കണം.